എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു മിത്സുബിഷിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയത് അതിനൊരു പ്രത്യേകതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ആ പ്രത്യേകത എന്താണെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ മിത്സുബിഷിയുടെ ഒരു ഈ ഒരു ആംപ്ലിഫയർ 150 വാട്ട്സ് പെർ ചാനൽ പവർ ഔട്ട്പുട്ട് വരുന്നത് പവർ ആംപ്ലിഫയർ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലിട്ട് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഇത് ഞാൻ AVR ആയിട്ട് ഉപയോഗിക്കുന്നത് AVR ഇൻ്റഗ്രേഡ് ഒരു DTRX 30.4 എന്നുള്ളൊരു AVR THX സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള ഒരു AVR ആണ്. അപ്പോൾ ഇതിന് ഈ AVRൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സാധാരണ ഉള്ളത് പോലെയല്ല, ബാക്കിയുള്ള AVRകൾ പോലെയല്ല, ഇതിന് പ്രീ ഔട്ട് വരും. ഓക്കെ, ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ സറൗണ്ട് ബാക്ക് ഇങ്ങനെ 7 പ്രീ ഔട്ട് വരും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഇതിൽ 2 ചാനൽ, അതായത് ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റും ഇതിൽ നിന്ന് എടുത്തിട്ട് കാരണം ഇന്നലെ ഞാൻ പറയാം മിത്സുബിഷിയുടെ ഒരു ഇൻപുട്ടിൽ കൊടുത്തിട്ടുണ്ട്, അതായത് പവർ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് പ്രീ സെക്ഷനാണ്. ഇതിൻ്റെ പ്രീ എടുത്ത് നമുക്ക് പവർ ഔട്ട്പുട്ടിൽ കൊടുത്തിട്ട് ഇതിൻ്റെ പ്രീ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം. അതെങ്ങനെയെന്ന് ഞാൻ നാളെ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രീ എടുത്തിട്ട്, അതായത് ഇതിൻ്റെ ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റും ചാനൽ പ്രീ എടുത്തിട്ട് ഇതിൻ്റെ പ്രീ ആണ് ഞാൻ ഈ ആംപ്ലിഫയറിൽ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്, പവർ സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ 2 ചാനലിൻ്റെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സാറിന് ഇതിനകത്ത് കൊടുത്താൽ മതിയാവും. പക്ഷെ നിങ്ങൾ നോക്കി ഈ 2 ആംപ്ലിഫയറിൻ്റെയും ഡെപ്തും അതിൻ്റെ ഒരു വെയിറ്റ് നോക്കിയേ, കണ്ടോ, ഏറെക്കുറെ 2 ഒരേ സൈസാണ്. സൈസിൽ മാത്രമല്ല 2 ഒരേ വെയിറ്റ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന AVR അറ്റ് എ ടൈം 7 ചാനൽ ആംപ്ലിഫിക്കേഷൻ നടത്തണം, അല്ല 7 ചാനൽ ആംപ്ലിഫിക്കേഷൻ ഈ ഒറ്റ ആംപ്ലിഫയർ നടത്തണം. അപ്പോൾ ഈ ഒരേ സമയം 7 ചാനൽ ആംപ്ലിഫിക്കേഷൻ നടത്തുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഇതിനകത്തുള്ള ട്രാൻസ്ഫോമറിനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ പവർ സപ്ലൈക്കുള്ള കപ്പാസിറ്റി ഒരു നിശ്ചിത പരിധി കൂടുതൽ അത് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇതുപോലൊരു പവർ ആംപ്ലിഫയർ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ഡെപ്ത് എന്ന് പറയുന്നത് നമ്മളത് ഉപയോഗിച്ചാൽ മാത്രമേ, അത് അനുഭവിച്ച് തന്നെ അറിയണം, അസാധ്യ പവർ ഡെപ്ത് ആയിരിക്കും. മനസ്സിലായില്ല കാര്യം? ഇപ്പോൾ ഇതിൽ ഈ 2 ചാനലിനെ മാറ്റിയിട്ട് ഈ 2 ചാനൽ പോയിട്ട് ബാക്കി ഉള്ള ചാനൽ മാത്രം ഈ AVR ചെയ്താൽ മതി. ബാക്കി മെയിൻ 2 ഫ്രണ്ടും ലെഫ്റ്റും ഈ പവർ ആംപ്ലിഫയർ ചെയ്തോളൂ. അപ്പോഴത്തേന് ഇതിൻ്റെ ബാക്കിയുള്ള ചാനലിലെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അസാധ്യ ക്ലാരിറ്റി ആയിരിക്കും. നിങ്ങൾക്കൊരു ഭയങ്കര പെർഫോമൻസ്, നിങ്ങൾ ഇത്രയും ദിവസം വരെ കേട്ടൊന്നും ആയിരിക്കത്തില്ല. ഈ ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ച് 2 ചാനൽ നിങ്ങൾ മാറ്റുമ്പോഴത്തേന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര ഔട്ട്പുട്ടായിരിക്കും. അതിന് ഏതൊരു മാറ്റവും വേണ്ട, നിങ്ങൾ തന്നെ വണ്ടടിച്ചു പോകും. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് 2 ചാനൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അക്കോസ്റ്റിക് എനർജി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ 2 ടവർ സ്പീക്കേഴ്സാണ്. സബ്വൂഫർ ഇല്ലാതെ തന്നെ എന്തൊരു ക്വാളിറ്റിയാണെന്ന് പറയാം, എന്തൊരു പഞ്ചാന്ന് പറയാം. ആ സൗണ്ടിൻ്റെ ഡെപ്ത് നമുക്കത് കേട്ടാലേ മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ എത്ര കൂടിയ ഒരു AVR ഉപയോഗിച്ചാലും ശരി തന്നെയാണ്. ഇതുപോലെ ഒരു പവർ ആംപ്ലിഫയർ കൂടെ അതിൻ്റെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നിങ്ങൾ ഇതുവരെയും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പവർ ഔട്ട്പുട്ടും ഡെപ്ത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മൾ സിനിമകൾ ഇരുന്ന് കണ്ടുപോകും. മനസ്സിലായില്ലേ? ഈ കുറച്ച് കാശ് ഉപയോഗിച്ച് കൂടെ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഗംഭീര ഒരു ഔട്ട്പുട്ടായിരിക്കും. നിങ്ങൾ തിയേറ്ററിൽ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒരു പരിധി വരെ അതിനേക്കാൾ ഒരു പരിധി കൂടുതൽ പവർ നമുക്ക് കിട്ടും. ഞാനത് ഉപയോഗിച്ച് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. ഈ 2 ചാനലിന് ഒരു പവർ ആംപ്ലിഫയർ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സൗണ്ട് ഡെപ്ത് ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോഴത്തേന് ഇതിൻ്റെ 2 ചാനൽ മെയിൻ 2 ചാനൽ ഫ്രീ ആവുകയും ബാക്കി ചാനലുകൾക്ക് ബാക്കി 5 ചാനലുകളിലും ഇതിൽ നിന്ന് പോകുന്ന പവർ ഔട്ട്പുട്ട് പെർഫെക്റ്റ് ആയിരിക്കും. ഇനി 5.1 ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് കൂടാതെ വേറൊരു പ്രധാനപ്പെട്ട ഗുണം കൂടെ, ഇങ്ങനെ നമ്മളിത് നമ്മുടെ മെയിൻ AVRകൾ വില കൂടിയ AVRകൾ, ഇപ്പം ലക്ഷങ്ങൾ വിലയുള്ള AVR ആയിരിക്കും പലരും ഉപയോഗിക്കുന്നത്. അത്തരം AVRൻ്റെ കൂടെ ഈ ഒരു പവർ ആംപ്ലിഫയർ കൂടി ഉപയോഗിക്കുന്നതുകൊണ്ട് വേറൊരു വലിയൊരു മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ ഇതിലഥവാ എന്തെങ്കിലും ഉണ്ട്. ഇതിൻ്റെ 2 ചാനലിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഈ പവർ ആംപ്ലിഫയറിലോട്ട് മാറുന്ന കാരണം ഇതിൻ്റെ ലോഡ് കുറയുകയും ഇത് ഹീറ്റാകുന്നത് കുറയുകയും ദീർഘകാലം കേടുകൂടാതെ നിൽക്കുകയും
നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ നമ്മുടെ മെയിൻ ആംപ്ലിഫയർ. ഓക്കെ, ഇത്രയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പം താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.